ജീവിത ക്ലേശങ്ങൾ നിറഞ്ഞ മനസ്സാകുന്ന പർവ്വതത്തെ അസുരദേവ ചിന്തനം കൊണ്ട് സ്ഫുടം ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന ദിവ്യമായ അനുഭൂതിയാണ് അമൃതെന്ന ഞാൻ, ശൂന്യമായ എൻ്റെ മനസ്സ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേള 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാസംഗമം. ഒരു മനുഷ്യായുസിൽ കാണാൻ പറ്റുന്ന ഒന്ന്. പുരാണത്തിലെ അസുരദേവ പ്രയത്നത്തിന്റെ ഫലമായി ഉത്ഭവിച്ച അമൃത് വീണ ഗംഗാ യമുന സരസ്വതി സംഗമമായ ത്രിവേണിയിൽ അമൃത സ്നാനം ചെയ്ത് മനസ്സും ശരീരവും ഊർജ്ജസുലഭമാക്കാൻ ജനപ്രവാഹമാണിവിടെ. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. ലോക ഹൈന്ദവ ജനതയുടെ ആത്മീയതയും ആചാരങ്ങളും ഉൾപ്പെടുന്ന സാംസ്കാരിക വൈവിധ്യമുള്ള ഉത്സവമാണ് കുംഭമേള. ഇടതടവില്ലാതെ ജനസഞ്ചയം ഒഴുകിയെത്തിച്ചേരുന്ന, ജാതിയോ മതമോ ലിംഗമോ വർണ്ണമോ വ്യത്യാസമില്ലാത്ത, പാവപ്പെട്ടവനോ പണക്കാരനോ എന്നീ ഒരു വ്യത്യാസവുമില്ലാത്ത ഗംഗാമണൽ പരപ്പിലെ സാധു സംഗമം. ഇത് ഒരു ആത്മീയ യാത്രയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണിൽ നിന്ന് ഇവിടെ വരുന്നു. അവർക്കിത് കേവലം ഒരു ഉത്സവമല്ല, നിഷ്കളങ്കമായ ഭക്തിയുടെയും ആത്മീയതയുടെയും ഊർജം നൽകുന്ന പുണ്യസ്നാനമാണ്. എന്നാണ് കുംഭമേള ആരംഭിച്ചത് എന്ന് വ്യക്തമായ വിവരങ്ങളില്ല. ഗംഗാ യമുന സരസ്വതി സംഗമ സ്നാനമായ പ്രയാഗ് എന്ന തീർത്ഥരാജ് പ്രയാഗ്രാജായി അറിയപ്പെടുന്നു. പ്രയാഗ സ്നാനം പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെട്ടതാണ്. പ്രയാഗ മഹിമ വേദങ്ങളിലും. ഇവിടെ നദീ സ്നാനം ചെയ്യുക എന്നത് അനാദികാലം മുതൽ തന്നെ ഇവിടെ ആദരപൂർവമായി ചെയ്യുന്നതാണ്. കുംഭമേള ഇന്നു കാണുന്ന തരത്തിൽ പ്രചരിക്കുന്നത് അഖാഡകളുടെ ഉത്ഭവം മുതലാണ്. അഖാഡകളിൽ സനാതന സംസ്കൃതിയെ സംരക്ഷിക്കാൻ തയ്യാറായി സ്വന്തം ജീവിതം അർപ്പിച്ച് ത്യാഗപൂർവമായി പ്രവർത്തനമാണ് അഖാഡകൾ വഴി സന്യാസി സമൂഹം ചെയ്യുന്നത്. അഖാഡകൾ ആയുധ പരിശീലനത്തിൻ്റെയും ആയോധന വിദ്യയുടെയും കേന്ദ്രങ്ങളാണ്. അതെല്ലാം ജ്ഞാനികളായ ആചാര്യന്മാരുടെ നിയന്ത്രണത്തിലും കീഴിലുമാണ്. അഖാഡകളിൽ ചേർന്ന ലക്ഷക്കണക്കിന് മഹാപുരുഷന്മാർ ഒത്തുചേരുന്ന മേളനമാണ് വാസ്തവത്തിൽ കുംഭമേളകൾ. അർദ്ധകുംഭം, പൂർണ്ണകുംഭം, മഹാകുംഭം എന്നീ മേളകളിൽ വ്യത്യസ്ത സമ്പ്രദായത്തിൽപ്പെട്ട ഗുഹാന്തര ഭാഗത്ത് കഴിയുന്നവരും വനാന്തര ഭാഗത്ത് കഴിയുന്നവരും അഖാഡകളിൽ കഴിയുന്നവരും മഠങ്ങളിലും ആശ്രമങ്ങളിൽ കഴിയുന്നവരുമായ സന്യാസിമാരുടെ മേളന സന്ദർഭമാണിത്. ഇങ്ങനെ ഒത്തുകൂടുന്ന വിവിധ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ വരുന്ന സന്യാസി സമൂഹം ഒത്തുചേരുന്ന, ചർച്ചകൾ ചെയ്യുന്ന, വേദാന്ത വിചാരങ്ങൾ നടത്തുന്ന സത്സംഗങ്ങൾ. ഈ സത്സംഗങ്ങളുടെ അമൃത് നുണയാനെത്തുന്ന ജനസഞ്ചയവും ചേർന്നതാണ് കുംഭമേള. ജനനിബിഡമായ ഈ ഗംഗാമണൽ പരപ്പിൽ ശ്രീ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും ഉണ്ട്. ശയിക്കാനും വിശ്രമിക്കാനും ഗംഗാമാതാവിൻ്റെ മടിത്തട്ടുണ്ട്. അവിടെ തണുപ്പും ചൂടും ഒന്നുമല്ല. എല്ലാവരും അമ്മയുടെ മക്കൾ. ആ പ്രകൃതിയുടെ കരുതലിൽ എല്ലാം അർപ്പിക്കുന്നു. ഹര ഹര മഹാദേവ, ഹരേ ഗുരുവായൂരപ്പ.